സ്വപ്നം കാണാൻ പേടിയുള്ള ആൾക്കാരും ഉണ്ടാവും. അങ്ങനെയുണ്ട്, സ്വപ്നം കാണാൻ പേടിയുള്ളവർ. അത്തരത്തിൽ ഉള്ളിൽ ചെറുപ്പം മുതൽ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരിക്കലും നടക്കൂല എന്ന് ഞാൻ ഉറപ്പിച്ച് ആ ആഗ്രഹം മനസ്സിന്ന് ഒഴിവാക്കിയ ഒരാളായിരുന്നു ഞാൻ. കാരണം എൻ്റെ ഉപ്പ സുഖമില്ലാത്ത ഒരു രോഗിയായിരുന്നു. ഉമ്മ ഹോട്ടലിലും ക്യാൻറ്റീനിലും ഒക്കെ പണിയെടുത്ത്, അതേപോലെ ചില വീട്ടിൽ പാത്രം കഴുകാനൊക്കെ പോയിട്ടായിരുന്നു ഞാനും 4 പെങ്ങന്മാരുള്ള കുടുംബത്തെ നോക്കിയിരുന്നത്. അത്തരമൊരു കുടുംബത്തിൽ നിന്നായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എൻട്രൻസ് കോച്ചിങ്ങിന് വലിയ പൈസയാവും. ഇത് പഠിക്കലൊക്കെ വലിയ പണക്കാരുടെ മക്കൾക്കേ നടക്കുകയുള്ളൂ, വലിയ ഡോക്ടർമാരുടെ അവരുടെയൊക്കെ മക്കളൊക്കെ വലിയ പൊസിഷനിലേക്ക് എത്തുള്ളൂ എന്ന് ഞാനങ്ങ് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ഹോപ്പ് നഷ്ടപ്പെട്ടു. ലോകത്തൊരു മനുഷ്യനെ ഏറ്റവും ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നതും എവിടെ എത്തിക്കാതെ തളർത്തുന്നതും 2 ഘടകമാണ്. ഒന്ന് അവസരങ്ങൾ കിട്ടുകയും കിട്ടാതിരിക്കുകയും ചെയ്യുക, 2 ഹോപ്പ് ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സക്സസ്സിനെ നിർണ്ണയിക്കുന്ന ഘടകം. അപ്പോൾ അന്ന് എനിക്ക് ഹോപ്പില്ല. അതുകൊണ്ട് തന്നെ +2 പഠനം നിർത്തണം എന്ന് വിചാരിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാനിത് തുടക്കത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പറയാനുള്ള കാരണം നിങ്ങളുടെ കൂട്ടത്തിലും പലരും ഉണ്ടാവും. ഇതിപ്പോൾ MBBS, IIT എൻട്രൻസ് എന്നതിനൊക്കെ അപ്പുറത്ത് വലിയ സ്വപ്നങ്ങൾ ഉള്ളിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, നിങ്ങളുടെ പൊസിഷൻ, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ വെച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കൊക്കെ വെച്ചിട്ടൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് ആർക്കും ഇതൊന്നും പോസിബിൾ ആവില്ല എന്ന്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഒരു പ്ലാന്, ഞാൻ 10th പഠിക്കുമ്പോൾ ദർസിലാണ്, വീട്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ദർസ് കൊണ്ടാക്കിയതാണ്. ഓക്കെ, ശരിക്കും എനിക്കങ്ങനെ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, വീട്ടിൽ നിന്ന് കൊണ്ടാക്കിയതാണ് അങ്ങനെ. അപ്പോൾ ഒരു 10 എത്തിയപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തു ഒരു തരത്തിലും എനിക്ക് ഡോക്ടറാവാൻ പറ്റൂല എന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു +1 ആയപ്പോൾ പിന്നെ ഞാൻ ദർസിന്ന് പോന്നു. നാട്ടിൽ ഹോട്ടലിലും കൂൾ ബാറിലൊക്കെ പണിയെടുത്തിട്ടുണ്ട്. സ്കൂളുള്ള ദിവസം പോലും പണിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി ഏത് രൂപത്തിലായിരുന്നിരിക്കുമെന്ന്. ഞാൻ +2 പഠിപ്പ് നിർത്താമെന്നൊരു വ്യക്തിയാണ്. ആൻഡ് എനിക്ക് 10th ക്ലാസ്സിൽ ഞാൻ പലപ്പോഴും, ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം, നിങ്ങളുടെ കൂട്ടത്തിൽ ഡോക്ടറാവണമെന്നൊക്കെ ആഗ്രഹമുള്ള പലരും ഉണ്ടാവും കേട്ടോ. ഞാൻ പലപ്പോഴും കുട്ടികളോട് ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾക്കൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ എന്നോട് പലപ്പോഴും പറയലുണ്ട്, ഈ +2 ഒക്കെ കഴിഞ്ഞ കുട്ടികളുമായിട്ടാണ് ഞാൻ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യൽ. അവർ സാറേ ഞങ്ങൾക്കൊരു പാരാമെഡിക്കൽ കോഴ്സ് എന്തെങ്കിലും മതി, അല്ലെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് നഴ്സിംഗ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഡിഗ്രി മതി, പെട്ടെന്ന് ജോലി കിട്ടണം. അപ്പോൾ ഞാൻ ചോദിക്കും എന്താ പാരാമെഡിക്കൽ, എന്താ നിങ്ങൾക്ക് ഡോക്ടറൊന്നും ആവണം തോന്നാത്ത? അതൊന്നും നമുക്ക് നടക്കൂല സാറേ. എല്ലാവരുടെയും വിചാരം അതാ, നടക്കൂല. അപ്പോൾ ഞാനും അങ്ങനെ വിചാരിച്ച 10th ക്ലാസ്സിൽ 4 A+ മാത്രമുള്ളൊരു വ്യക്തിയായിരുന്നു. ആൻഡ് എൻ്റെ ഫോണിനകത്ത് എൻ്റെ മാർക്ക് ലിസ്റ്റ് ഇപ്പം കിടക്കുന്നുണ്ട്. എനിക്ക് +1 മാത്തമാറ്റിക്സിൽ 100ൽ 55 മാർക്കേ ഉള്ളൂ. ഞാൻ പഠിക്കുന്ന സമയത്ത് 80ലാണ് പരീക്ഷ. 80ൽ 35 CE+ കൂട്ടുമ്പോൾ 55 മാർക്ക്. ആ ഒരു പോയിൻ്റുള്ള ആളായിരുന്നു ഞാൻ എൻട്രൻസ് റിപ്പീറ്റൊക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നത് നിനക്ക് റാങ്കൊന്നും കിട്ടൂല. കാരണം എന്താ, 10th ക്ലാസ്സും +2 ഒക്കെ മുഴുവൻ മാർക്കുള്ള, മുഴുവൻ A+ ഉള്ള കുട്ടികൾ അവർ പോയിട്ട് എഴുതിയിട്ട് കിട്ടാത്ത പരീക്ഷയാണ് എൻട്രൻസ്, നിനക്ക് കിട്ടൂല എന്നാണ്. എൻ്റെ ഒരു സുഹൃത്തൊഴികെ, ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെ പറ്റി, അദ്ദേഹം ഒഴികെ എല്ലാവരും എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടൂല എന്നായിരുന്നു. പക്ഷേ ഞാൻ പോയി എൻട്രൻസ് എഴുതി. അന്ന് കേരളത്തിലെ മെഡിക്കൽ എൻട്രൻസിൽ 38ാമത്തെ റാങ്കിൽ വന്ന ഒരാളാണ് ഞാൻ 2016. ഓക്കെ, അപ്പോൾ ഞാനിവൻ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നത് പോലും എന്നെ ആരും കൊണ്ടുപോയി ചേർക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ചത് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു, ബ്രെയിൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ അതില്ല, അപ്പോൾ അവർ ആ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പോയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ജോയിൻ ചെയ്യാണ്. ഞാൻ കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ചിട്ടൊക്കെ പോയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അതായത് ആ സമയത്ത് എനിക്കാരും സഹായിക്കാനൊന്നുമില്ല, കുടുംബത്തിലും ആരും സഹായിക്കാനില്ല, നാട്ടിലും വേറെ കാര്യമായിട്ട് ആരുമില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്ത കുറച്ച് പൈസ, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, പുള്ളി തന്ന കുറച്ച് പൈസയൊക്കെ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അതുപോലും ഫുള്ള് കൊടുക്കാനില്ലാതെ എൻട്രൻസിന് ജോയിൻ ചെയ്തൊക്കെ പഠിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്നതാണ്. ഇപ്പോൾ ഷാഹിദ് ഖാൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സംസാരങ്ങളൊക്കെ കേട്ടു. പുള്ളിയൊക്കെ ഇതുപോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ആളാണ്. പറഞ്ഞു വരുന്നത്, നോക്കൂ, ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ MBBS നല്ല റാങ്കോട് കൂടി MBBS കിട്ടി, പഠിച്ചു, പാസ്സായി, നല്ല രീതിയിൽ ജീവിക്കുന്നു. പക്ഷെ അതൊന്നും എൻ്റെ കഴിവുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. ദ തിങ് ഈസ്, എനിക്ക് അവസരങ്ങൾ കിട്ടി, എന്നെ സഹായിക്കാൻ പലരും ഉണ്ടായിട്ടുണ്ട്, എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ മുന്നിൽ എന്തോരം അവസരങ്ങളുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ രാജ്യത്ത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, പട്ടിണി കിടക്കുന്ന എത്ര ആൾക്കാരുണ്ട്. എൻ്റെ കൂടെ തന്നെ പഠിച്ച എത്രയോ ആളുകൾ എന്നെക്കാൾ കഴിവുള്ളവരെ എനിക്കറിയാം. അവർക്ക് ഭയങ്കര കഴിവുള്ള ആളുകളായിരുന്നു. പക്ഷെ അവരെ ഇതുപോലെ അവസരങ്ങൾ, എന്നെ സഹായിക്കാൻ ചിലരൊക്കെ വന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അത്തരം അവസരങ്ങൾ പോലും കിട്ടാത്തത് കൊണ്ട് ഇന്ന് എവിടെ എത്താതെ എൻ്റെ കൂടെ പഠിച്ച, ഞാൻ അയാളെ തൽക്കാലം നമുക്ക് അബ്ദുള്ള എന്ന് വിളിക്കാം, ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഭയങ്കര പഠിക്കുന്ന കുട്ടിയാണ്. അവൻ 7ാം ക്ലാസ് വരെ എൻ്റെ കൂടെ പഠിച്ചു. അത്രയും ബ്രില്യൻ്റ് ആണ്. ആ കുട്ടിയെ ഞാനിപ്പോൾ കുറേ കാലത്തിന് ശേഷം ഈ അടുത്ത് ഞാൻ നാട്ടിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ നമ്മളെ സെൻറ്ററിങ്ങിൻ്റെ വാർപ്പിൻ്റെ പണിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് അവൻ്റെ പൊളിഞ്ഞ ബൈക്കുമായിട്ട്. അവൻ എന്നെക്കാൾ ടാലൻറ്റഡ് ആണ്, ബട്ട് അവന് അവസരങ്ങൾ കിട്ടിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെയൊക്കെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആ അവസരങ്ങൾ ഉപയോഗിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളുണ്ടാവും, SSLC അതുപോലെ +2 ഒക്കെ കഴിഞ്ഞ കുട്ടികളുണ്ടാവും. നിങ്ങൾക്ക് 10th ഒരു പക്ഷേ A+ കുറവായിരിക്കും. ചിലപ്പോൾ +2 നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. വൈ? ആ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്കറിയാം, ഞാൻ +1 പഠിക്കുമ്പോൾ എനിക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ബുദ്ധിമുട്ടായിരുന്നു, കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. ചിലർക്ക് സാമ്പത്തികമാവാം, ചിലർക്ക് മാനസികമായിട്ടാവാം, ചിലർക്ക് വേറെ എന്തെങ്കിലും, മനുഷ്യരല്ലേ, തെറ്റുപറ്റൂലേ, പലതരത്തിൽ നമ്മൾ പഠിക്കാതിരുന്നിട്ടുണ്ടാവാം. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മുടെ ഭാവി അങ്ങ് അസ്തമിച്ചു എന്ന് ആരും വിചാരിക്കണ്ട. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ, കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ നമ്മുടെ മുന്നിൽ വിജയിക്കാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് എൻട്രൻസ് റാങ്ക് കിട്ടിയിട്ട് സമ്മാനം തരാൻ ആളുകൾ വന്ന സമയത്ത് കയറി നിൽക്കാൻ പോലും വലിപ്പമില്ലാത്ത ഒരു 2 സെൻറ്റ് സ്ഥലത്തുള്ള ആ വീട് ഇപ്പോഴും അതേപോലെയുണ്ട്. ഒരു കൂര പോലെയുള്ളൊരു വീടായിരുന്നു. ഒരു റൂം, ഒരിത്തിരി പോകുന്ന റൂം, ഒരു ഹാള് മാത്രമുള്ളൊരു വീട്. അത് തന്നെ മഴ പെയ്താൽ ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ വാട്ടർഫാൾസ് ഉണ്ടാവും എല്ലാ മൂലയിലും. അങ്ങനത്തെ വീട്ടിൽ നിന്നാണ് ഞാൻ എൻട്രൻസ് വാങ്ങി വരുന്നത്. എൻ്റെ ഒരു MBBS കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി സ്വന്തമായിട്ട് ഒരു 2 നില വീടും വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ ഈ ടീച്ചിങ് ആൻഡ് ഈ കൈൻഡ് ഓഫ് ക്ലാസ്സസ് ഒക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, എനിക്ക് സംസാരിക്കാനുള്ളത് വലിയ പണക്കാരുടെ മക്കളോടല്ല, എനിക്ക് സംസാരിക്കാനുള്ളത് വലിയ പഠിപ്പിസ്റ്റുകളോടല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ സ്വപ്നങ്ങൾ കാണാൻ ഭയപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ എവിടെയും എത്തൂല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ജീവിതമൊന്നും, ഞങ്ങളൊക്കെ ഇങ്ങനെ മതി എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഞങ്ങളോട് ഉറപ്പിച്ചു പറയാം, നിങ്ങളാരും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് സ്വപ്നത്തിലേക്കും എത്തും എന്ന്. അപ്പോൾ ഞാനൊരു തുടക്കത്തിൽ ആദ്യമേ ഇത് പറഞ്ഞു. ഇനി നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ് ഈ MBBS, JEE എന്നൊക്കെ പറയുന്നത്, അല്ലെ IIT. ഇതൊക്കെ ഇത്ര വലിയ സംഭവമാണോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആർക്കും പോസിബിൾ ആണെന്ന് മനസ്സിലായി അല്ലേ? വളരെ ഈസിയാണ്. നിങ്ങൾ പഠിക്കാൻ റെഡിയായാൽ മതി. നിങ്ങൾ നന്നായിട്ടിരുന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ ഇതൊക്കെ ശരിക്കും എടുക്കേണ്ട കാര്യമുണ്ടോ എന്നതാണ് അടുത്തത്. അതിനെനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ഏത് കോഴ്സാണ് എടുക്കേണ്ടത്, ഏത് ജോബാണ് ചെയ്യേണ്ടത്, ഇറ്റ്സ് നമ്മുടെ താല്പര്യം. നമുക്ക് ജീവിതത്തിൽ നോക്കൂ, ഞാൻ എപ്പോഴും കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ മഹാഭൂരിപക്ഷം കാലവും നമ്മൾ ജീവിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ട, നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ജീവിതമാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ, 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ, നിങ്ങൾക്കിപ്പോൾ ഒരു 15 വയസ്സായിട്ടുണ്ടാവും. +2 കഴിഞ്ഞ കുട്ടികൾ ഒരു 17 വയസ്സായിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ പഠനം കൂടെ കഴിയുമ്പോൾ ഒരു 24. അതിനുശേഷം നിങ്ങളെല്ലാവരും ഒരു 100 വയസ്സ് വരെ ഇൻഷാ അല്ലാഹ് ആരോഗ്യത്തോടെ ജീവിക്കട്ടെ. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ആ മുഴുവൻ ജീവിതം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ 2/3 നിങ്ങളുടെ കരിയറിലാണ് ജീവിക്കാൻ പോകുന്നത്. ആ കരിയർ നിങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ കരിയറായിട്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം ഒരു ഡോക്ടർ ആവാനാണെങ്കിൽ യു ഷുഡ് ബി ദാറ്റ്. ഇപ്പോൾ MBBSൻ്റെ ഒരു കേസ് എന്നോട് എന്തുകൊണ്ട് ഒരാൾ ഡോക്ടർ ആവണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, MBBS ജീവിക്കാനുള്ള പൈസയൊക്കെ നിങ്ങൾക്ക് തരും, പ്ലസ് നിങ്ങൾക്ക് ഭയങ്കര രസകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? കുറേ പൈസ വേണമെന്ന് മാത്രമാണോ? അങ്ങനെയാണോ? ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു 100 കോടി രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആളുകൾക്കൊക്കെ എന്നോട് ആക്ച്വലി നമ്മുടെ നാട്ടുകാർക്ക് പണമുള്ളവരോട് ഒരു തരം ദേഷ്യമായിട്ട് ഉണ്ടാവല് ഇഷ്ടമൊന്നുമല്ല അല്ലേ, സ്വാഭാവികമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 100 കോടി രൂപയുണ്ട്. ഞാനിങ്ങനെ എല്ലാവർക്കും ദാനം കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു ഒരു ദിവസം തീർന്നു. അങ്ങനെ അടുത്തൊരാൾ എൻ്റെ അടുത്ത് വന്നു ദാനം ചോദിച്ചിട്ട്. അപ്പം ഞാൻ എൻ്റെ അടുത്തില്ല. അയാൾ എന്ത് പറഞ്ഞിട്ടാണ് തിരിച്ചു പോവുക? തെണ്ടി എനിക്ക് മാത്രം തന്നില്ല അല്ലേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞ. അതേ സമയത്ത് MBBSൻ്റെ ഒരു കേസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങളൊരു ഡോക്ടറായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങളൊരു സിവിൽ സർവൻറ്റ്, ഇപ്പോൾ IAS ഒക്കെ കേസ് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ വരുന്നത് നിങ്ങളുടെ പണം പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. ആളുകൾ വരുന്നത് എന്തിനാ?
രോഗം മാറും എന്നതിനേക്കാൾ നിങ്ങളുടെ സ്നേഹത്തോടെയുള്ള സംസാരം, നിങ്ങളുടെ ഒരു ചിരി, നിങ്ങളുടെ ഒരു വർത്തമാനം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രായമായ പേഷ്യൻസിനെ. എന്താ വെച്ചാൽ അവർക്ക് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ വെറുതെ, ഇപ്പോൾ നമ്മൾ വാർഡിലൊക്കെ പോകുന്നത് എത്ര വലിയ വർത്താനം എന്ന് ചോദിച്ചാൽ മതി, ഒരു ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സീനിയർ ഡോക്ടേഴ്സിനേക്കാളും ഇഷ്ടം നമ്മളെ ആയിരിക്കും. നമ്മളെപ്പോൾ കണ്ടാലും ഇപ്പോൾ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, പുള്ളിയുടെ ഇപ്പോൾ മരിച്ചുപോയി. അപ്പോൾ പുള്ളിയുടെ ഒരു മകനുണ്ട്, ഒരു ഹോട്ടൽ നടത്തുന്ന ആളാണ്. ഞാൻ എപ്പോൾ ഹോട്ടലിൻ്റെ പരിസരത്ത് കൂടെ പോയാലും പുള്ളി വിളിക്കും, കയറ്റും. ഞാനൊന്നും ചെയ്തിട്ടില്ല. പുള്ളി മെഡിക്കൽ കോളേജിൽ പുള്ളിയുടെ ഒപ്പം അഡ്മിറ്റ് ആയ സമയത്ത് ചിരിച്ച് സംസാരിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ മിനിഞ്ഞാന്ന് പോലും ഞാൻ അവിടെ പോയപ്പോൾ ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. സപ്ലയർ അല്ല, പുള്ളിയാണ് എനിക്കെല്ലാം കൊണ്ടുവന്ന്, പുള്ളി ഒരു ഉസ്താദ് കൂടിയാണ് കേട്ടോ, ഞാൻ പറഞ്ഞ ഹോട്ടലിൻ്റെ ആൾ. പുള്ളി എല്ലാം കൊണ്ടുവന്ന് എനിക്ക് വെച്ച് തരും. സ്പെഷ്യലായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവരും. അതായത് ആളുകൾക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അക്വയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആളുകളുടെ ജീവിതത്തിൻ്റെ ഭാഗമാവാൻ പറ്റും, ആളുകളെ സ്പർശിക്കാൻ പറ്റും. ആൻഡ് അത്തരമൊരു ഓപ്പർച്യൂണിറ്റിയാണ് MBBS നൽകുന്നത്. ആൻഡ് ഓൾസോ ശരിക്കും ജീവിക്കാനുള്ള പണവും MBBS നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാനിത് കുട്ടികൾക്ക് കൂടിയുള്ള സെഷൻ ആയതുകൊണ്ട് വൃത്തിക്ക് പറഞ്ഞു തരുന്നത്, നമ്മുടെ നാട്ടിൽ സാധാരണ പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമുണ്ട്, ഇന്നത്തെ കാലത്ത് MBBS എടുത്തിട്ടൊന്നും കാര്യമില്ല, ജീവിക്കാനൊന്നും പറ്റൂല, അതിലൊന്നും വലിയ ശമ്പളമൊന്നും ഇല്ല എന്നൊക്കെ. അതൊക്കെ വെറുതെ പറയുന്നതാണ്. മാന്യമായി ജീവിക്കാൻ ഞാൻ ജസ്റ്റ് ആ ഒരു കേസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ നമ്മുടെ നാട്ടിൽ MBBSന് ജോയിൻ ചെയ്താൽ, ഒരു ഗവൺമെൻറ് മെറിറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ ഫീസ് ലെസ് ദാൻ 30,000 ആണ് ഫീസ് വരിക. അത് തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് സ്കോളർഷിപ്പായിട്ട് തരികയും ചെയ്യും. നിങ്ങൾ അത്രയും വലിയ റിച്ച് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ സ്കോളർഷിപ്പായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾ 1 വർഷം ഹൗസ് സർജൻസി 4.5 വർഷത്തിന് ശേഷം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 26.5K 26,500 സ്റ്റൈപ്പൻഡ് കിട്ടും എല്ലാ മാസവും. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ എല്ലാ ക്ലിനിക്കുകളിലും നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എറൗണ്ട് ഒരു 55 to 90K MBBS മാത്രം വെച്ച് ഒരു മാസം പണിയെടുത്ത് നിങ്ങൾക്ക് 90K ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിൽ വേറെ ഏത് കോഴ്സ് പഠിച്ചാലാണ് ഒരു ഫ്രഷറിന് ഇത്ര സാലറി കിട്ടുന്ന ഏത് കോഴ്സാണ് നമ്മുടെ നാട്ടിലുള്ളത്? എല്ലാ ഫ്രഷറിനും ഇപ്പോൾ UMS IIT ഒക്കെ കിട്ടുമെന്ന്. IITയിൽ എല്ലാവർക്കും ഒന്നും കിട്ടില്ല. IITയിൽ നിങ്ങൾ ടോപ്പേഴ്സ് ആകുമ്പോഴേ നിങ്ങൾക്ക് നല്ല CGPA ഉള്ളപ്പോഴേ നിങ്ങൾക്ക് നല്ല മാർക്ക്, നല്ല ശമ്പളമൊക്കെ കിട്ടുള്ളൂ. ഇത് നിങ്ങൾ എവിടെ പഠിച്ചിറങ്ങിയാലും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പാരൻസിൻ്റെ ഇടയിൽ, ഞാൻ മോസ്റ്റ്ലി കണ്ടുള്ളത് പാരൻസിൻ്റെ ഇടയിലാണ് ഒരു മിസ്കൺസെപ്ഷൻ. ഞാൻ ഈ പറയുന്നത് എല്ലാവരും ഡോക്ടർ ആവണം എന്നുള്ളതിൻ്റെ ആഹ്വാനമല്ല കേട്ടോ. ഡോക്ടർ ആവാൻ ഇഷ്ടമുള്ള കുട്ടികളെ നിങ്ങൾ തളർത്തരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ പല കുട്ടികളും എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ്, പാരൻസ് പറയുന്നു ഇത് കുറേ കാലം പഠിക്കണം, MBBS പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന്. ശരിയാണ്, നിങ്ങൾ MBBS കഴിഞ്ഞാൽ MD ഒക്കെ പഠിക്കണം. മക്കളെ, ഈ MD പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് കിട്ടും. കേരളത്തിലാണെങ്കിൽ അറൗണ്ട് 55K 56K 56,000 രൂപ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാസം കിട്ടും. ആൻഡ് കേരളത്തിന് പുറത്ത് ഇപ്പോൾ നിങ്ങൾ PGI ചണ്ഡീഗഡിലൊക്കെ ആണെങ്കിൽ 75,000 കിട്ടും. എയിംസിലാണെങ്കിൽ അറൗണ്ട് 1 lakh ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാസം കിട്ടും. അത് കഴിഞ്ഞ് DM പഠിക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും, പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടും. അതായത് കുറേ കാലം പഠിക്കേണ്ട. നമുക്ക് ഇത്രയേ ഉള്ളൂ. ഒരാളെ MBBS എടുക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ ഇതിലൊരൊറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്ക് നിരന്തരമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളാണോ? നിങ്ങൾക്ക് ആളുകളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ, നിങ്ങൾക്ക് ആൾക്കാരെ ഇഷ്ടമല്ലാത്ത ഒരാളാണെങ്കിൽ ഐ ഡോണ്ട് നോ നിങ്ങൾക്ക് എത്രത്തോളം സക്സസ്ഫുൾ ആകാൻ പറ്റുന്നത്. ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ആഗ്രഹമുള്ള, നിരന്തരമായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള, പുതിയ പുതിയ കാര്യങ്ങൾ അറിയുക, പുതിയ കാര്യങ്ങൾ അറിയുമ്പോൾ അതിൽ നിന്ന് സന്തോഷം ഉണ്ടാവുക. ഇന്നലെ നമ്മൾ ഒരു കാര്യം അറിഞ്ഞു, ഇന്ന് പുതിയൊരു നോളജ് കിട്ടുമ്പോൾ അതിൽ നിന്നൊരു ഹാപ്പിനെസ് കിട്ടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് MBBS എന്ന് പറയുന്നത്. അതിന് നമ്മുടെ ഇപ്പോഴത്തെ എൻട്രൻസ് എക്സാമുകളൊക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾ പലരും ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു സ്ഥിതിയില്ലാത്ത ആളുകളുണ്ടാവും. എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ കാലത്ത് പണമില്ലാത്തത് കൊണ്ട് ഞാൻ പഠിച്ചെത്തിയില്ല എന്ന് പറയാൻ ഒരു കുട്ടിക്കും അവകാശമില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോളർഷിപ്പ് ലഭ്യമാണ്. 10ാം ക്ലാസ് നിങ്ങൾക്ക് ട്യൂഷന് പോകാൻ സാഹചര്യം ഇല്ല എന്ന് വിചാരിക്കുക. മൊബൈൽ ഫോൺ കയ്യിലുള്ള വീടുകളില്ലാത്ത ഒരൊറ്റ കുട്ടിയും ഇതിനകത്തുണ്ടാവില്ല. എടാ, മൊബൈൽ ഫോണിൽ ഫ്രീ ആയിട്ട് കേരളത്തിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫ്രീ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അത് മാത്രം കണ്ടാൽ തന്നെ എൻ്റെ കുട്ടികൾക്ക് ഫുൾ A+ കിട്ടും. ആൻഡ് ഇൻ +1 +2 ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ എവിടെയും ജോയിൻ ചെയ്യാം. ഒരു ട്യൂഷനും 50 പൈസ ഇല്ല. പോട്ടടാ, സാധാരണ ഞാൻ നോക്കൂ, ഞാൻ പറഞ്ഞില്ല എനിക്ക് +1 100ൽ 55 മാത്സിൽ നിന്ന്. +2 ഞാൻ പ്രോപ്പർ സ്കൂളിൽ പോയിട്ടില്ല. +2 ഞാൻ പഠിച്ചത് മർക്കസിൻ്റെ ഒരു അൺഎയ്ഡഡ് സ്കൂളിലാണ്. ഞാൻ +1 നാട്ടിൽ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. അവിടെ +2 ഒരു അൺഎയ്ഡഡ് സ്കൂളിലാണ് പഠിച്ചത്. ആ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളൊന്നുമല്ല, ആകെ 30 കുട്ടികളുള്ള ഒരു ക്ലാസ് റൂം, ജസ്റ്റ് ഒരു രജിസ്ട്രേഷൻ മാത്രമുള്ള ഒരു സംവിധാനമായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത്. എൻ്റെ കൂടെ പഠിച്ച 26 കുട്ടികൾ, എൻ്റെ കൂടെ പഠിച്ച 26ൽ 25 പേരും ആ വർഷം തോറ്റ സ്കൂളാണ് ഞാൻ പഠിച്ച ഈ +2 സ്കൂള്. കാരണം അവിടെ ക്ലാസ്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. കാരണം എല്ലാവരും എവിടെയും അഡ്മിഷനൊന്നും കിട്ടാത്തവർ മാത്രം വന്നിരുന്ന ഒരു ക്ലാസ് റൂം, അങ്ങനത്തെ ഒരു സംവിധാനമായിരുന്നു.
അവിടെ പഠിച്ചിട്ട് എനിക്ക് +2 ഫുൾ മാർക്കാണ് ബയോളജി. ഒറ്റയ്ക്കാണ് ഞാൻ ബയോളജി പഠിച്ചത്. എനിക്ക് ഫുൾ മാർക്കാണ് ബയോളജി. എനിക്ക് ഫിസിക്സ് ഓൾമോസ്റ്റ് A+ന് 2 or 3 മാർക്കേ കുറവുള്ളൂ. കെമിസ്ട്രി ഇതുപോലെ തന്നെയാണ്. മാത്സ് 88 മാർക്കുണ്ട് 100-ൽ എനിക്ക് +2-ൽ. ഞാൻ ഒറ്റയ്ക്ക് ന്യൂ ജ്യോതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടും അങ്ങനെ ഇങ്ങനെ ഇരുന്നാണ് പഠിച്ചത്. അതായത് പലരോടും ചോദിച്ചിട്ടൊക്കെ, പല ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടൊക്കെ, നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ +2 എക്സാമിലൊന്നും മാർക്ക് കിട്ടാൻ ഒരു പണിയില്ല. നിങ്ങൾക്ക് അത്ര പോലുമല്ല, നിങ്ങൾക്ക് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ ക്ലാസ്സസ് കിട്ടും. അറ്റ്ലീസ്റ്റ് അത് കണ്ട് പഠിക്ക്. നമുക്ക് സാഹചര്യമില്ല, നമ്മൾ പാവപ്പെട്ടവരാണ്, നമ്മൾ അങ്ങനെ ഇരിക്കില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മളുടെ സാഹചര്യത്തെ മറികടക്കണം. നമ്മൾ വിചാരിച്ചാൽ മറികടക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് +2 നല്ല മാർക്ക് കിട്ടും. +2 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടിയിട്ട് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഫ്രീ ആയിട്ട് എൻട്രൻസ് കോച്ചിങ് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പറഞ്ഞ MBBS എത്തിപ്പെടാൻ പറ്റും. ഒരു അടിപൊളി ഡോക്ടറായിട്ടോ നിങ്ങളുടെ ജീവിതം മാറ്റാൻ പറ്റും. ഞാൻ പറയുന്നത്, ക്യാൻറ്റീനുകളിൽ പണിയെടുത്ത് നടന്നിരുന്ന ചെറ്റക്കുടിൽ നിന്ന് വന്ന ഒരു ഉമ്മാൻ്റെ മോനായിട്ട് ഞാനിവിടെ നിൽക്കുന്നു. ഇന്ന് എൻ്റെ ഉമ്മാക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും, ഐ ഹാവ് എവ്രിതിങ്. എന്തുകൊണ്ടാണ്? ഞാൻ ആ ഒരു സമയത്ത് എഫേർട്ട് ഇടാൻ തയ്യാറായി. ജീവിതത്തിൽ ഏതെങ്കിലും പോയിന്റിൽ എഫേർട്ട് ഇടാതെ ഒരാളും സക്സസ് ആവില്ല. ഒരാളും നോബഡി. ആ ഒരു എഫേർട്ട് നിങ്ങൾ ഇപ്പോൾ ഇടാൻ റെഡിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് രസകരമായിട്ട് മനുഷ്യരെ സഹായിച്ച് ജീവിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്കൊക്കെ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അസ്സലാമു അലൈക്കും. Thank you, Dr. Bilal sir, for an inspiring session on NEET and JEE. ഒരുപാട് ഗഹനമായ സെഷനുകളൊക്കെ കേട്ടുകൊണ്ട് അല്പം മുഷിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അല്പം എൻ്റർടൈൻമെൻ്റ് ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ.